ഹായ്, ഞങ്ങളൊരു യാത്രയിലാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് കർണാടകയിലെ സുബ്രഹ്മണ്യ എന്ന സ്ഥലത്തേക്കാണ്. അവിടുത്തെ അമ്പലത്തിൻ്റെ മുമ്പിലൂടെ ഉള്ള റോഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അമ്പലത്തിൽ കയറുന്നില്ല, നമ്മൾ നേരെ ബിസ്ലെ ഘാട്ട് എന്ന വ്യൂ പോയിൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പം രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങി. ഇപ്പോൾ 7:30 ആയപ്പോൾ സുബ്രഹ്മണ്യം എത്തി. സുബ്രഹ്മണ്യയിൽ നിന്ന് 2 കിലോമീറ്റർ പോയി റൈറ്റിലേക്ക് തിരിഞ്ഞു വേണം ബിസ്ലെ ഘാട്ട് പോവാൻ. പോകുന്ന വഴിയൊക്കെ റിസർവ് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റിലൂടെ കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട്. രാവിലെ ആയതുകൊണ്ട് വഴിയിൽ വണ്ടികളൊന്നും അങ്ങനെ കാണാനില്ല. തലേ ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു. വഴിയിലൊക്കെ മരങ്ങളെല്ലാം വീണ് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ മുമ്പിലോട്ട് പോകാൻ പറ്റൂലേ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും പ്രോബ്ലമൊന്നും ഇല്ലാതെ പോകാൻ പറ്റി. അങ്ങനെ ഫോറസ്റ്റിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഗഡിച്ചാമുണ്ടി അമ്പലത്തിൻ്റെ അടുത്താണ്. അവിടെ വണ്ടി നിർത്തി തൊഴുത് വേണം മുമ്പിലോട്ട് പോവാൻ. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവിടെയൊക്കെ നമുക്ക് ഫ്രഷ് ആവാൻ വേണമെങ്കിൽ ഫോറസ്റ്റിൽ നിന്ന് വരുന്ന ഒരു വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചും കൂടി പോയപ്പോൾ ഒരു റിവർ വ്യൂ പോയിൻറ്റിലേക്ക് എത്തി. നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. വേനൽക്കാലം ആയതുകൊണ്ട് റിവറിൽ അങ്ങനെ വെള്ളമൊന്നുമില്ല. അങ്ങനെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. വീണ്ടും യാത്ര തുടങ്ങി. കുറച്ചും കൂടി മുമ്പിലോട്ട് പോകുമ്പോൾ മൊത്തത്തിൽ അടിപൊളി വ്യൂ ആണ്. എവിടെ നോക്കിയാലും മലകളാണ്. നല്ല വളവും തിരിവൊക്കെയുള്ള റോഡാണ്. ഫുൾ എസ്റ്റേൺ ആണ്. അങ്ങനെ നമ്മൾ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ ബിസ്ലെ ഘാട്ട് വ്യൂ പോയിൻറ്റിലെത്തി. ടിക്കറ്റ് എടുത്തു. അങ്ങനെ അകത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ സ്വർഗം എന്ന് കർണാടകക്കാർ പറയുന്ന സ്ഥലമാണ് കേട്ടോ ബിസ്ലെ ഘാട്ട്. ഇത് കർണാടകയിലെ ആസൻ ഡിസ്ട്രിക്റ്റിലാണെന്നുള്ളത്. ദൊഡ്ഡബെട്ട, കുമാരപർവ്വത, പുഷ്പഗിരി എന്ന 3 മലനിരകളെ നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റും. മഴക്കാലത്താണ് കൂടുതലും മനോഹരം. ശരിക്കും ആ വ്യൂ പോയിൻറ്റിൽ നിൽക്കുമ്പോൾ ഒരു പേടി തോന്നും. അത്രയും ഹൈറ്റിലാണ് അതുള്ളത്.
മഴക്കാലത്ത് ഒന്നും കൂടി വരണം എന്ന് വിചാരിച്ച് അവിടെ നിന്ന്